നിനക്ക് എന്ത് തോന്നുന്നു? ഇന്ന് സാർ നമുക്ക് എന്താ പഠിപ്പിക്കാൻ പോകുന്നത്? ആർട്ട് ക്ലാസ്സില് മാജിക് യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ലെസൺ ആയിരിക്കും. അപ്പൊ കുട്ടികളെ, ഇന്ന് നമ്മൾ ക്ലാസ്സിലെ ക്ലേ കൊണ്ടുള്ള ഡിഫറെന്റ് അനിമൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നിട്ട് ആ മോഡൽസിന് ലൈഫ് എങ്ങനെ കൊടുക്കണ്ടേ എന്ന് കാണാൻ പോകുന്നു. ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാരും തുടങ്ങിക്കോളൂ. കലക്കി ജിനി, എന്തൊരു അടിപൊളി ഡൈനോസർ ആയത്. ഞാനിപ്പോ എന്താ ഉണ്ടാക്കാ? ഇന്റർനെറ്റിൽ പോയി ചെക്ക് ചെയ്യാം. യെസ്, ഐഡിയ. നീ ഇപ്പൊ എന്താ ഉണ്ടാക്കുന്നത്? അത് പിന്നെ ഇമാജിനറി ക്യാരക്ടർ ആണ്. ഒന്നും ആലോചിച്ചിട്ടില്ല. ഫുട്ബോളിന്റെ ഇമേജ് കണ്ടു. അപ്പൊ എന്റെ മനസ്സിൽ ചെറിയ ഗോൾ ക്രീച്ചർ ഉണ്ടാക്കാൻ ഐഡിയ കിട്ടി. അതുകൊണ്ട് ഉണ്ടാക്കി. ദാ ഇത് കണ്ടില്ലേ? വെരി ഗുഡ് രുദ്ര. ഇത് കാണുമ്പോ എന്റെ മനസ്സ് തുള്ളി ചാടുന്നു. ഇതിന്റെ പേര് ഫുട്ബോൾ തന്നെ വെച്ചേക്ക്. ഫുട്ബോളിനെ കണ്ടിട്ടല്ലേ നീ ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ഫുട്ബോളിയോ എന്ന പേര് അടിപൊളിയായിരിക്കും. എന്താ? കൊള്ളാലോ വരുൺ, ഇത് വളരെ ക്യൂട്ടാണല്ലോ. എന്റെ മനസ്സ് തുള്ളിച്ചാടുന്നു. ഇതിന് നീ ലൈഫ് കൊടുത്തു നോക്ക്. Queso, queso, animal, libeso. ചേടാ, എന്തുമാത്രം പ്രശ്നങ്ങളാ ഇവിടെ. എന്നാ ശരി കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയ ക്രിയേച്ചറില് ലൈഫ് കൊടുക്കുന്നത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ജെനി, ജോഡി ജോഡി മങ്കി വന്നു. എവിടെയാ മങ്കി? ഇത് കളിക്കാനുള്ള സ്ഥലമാണോ? നീ എന്താ ഇവിടെ സ്കേറ്റിംഗ് ചെയ്യുന്നത്? അതും പഴത്തൊലിയുടെ മുകളിൽ. പണിഷ്മെന്റ്, ഡിറ്റൻഷൻ റൂമിലേക്ക് 1 മണിക്കൂറത്തേക്ക്. അതിനവൻ തെറ്റൊന്നും ചെയ്തില്ല. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ടീച്ചറിനോട് നീ വഴക്ക് കൂടുന്നോ? 1 മണിക്കൂറത്തേക്ക് ഡിറ്റൻഷൻ റൂമിൽ നീയും വരണം. പക്ഷെ മേഡം, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. 2 മണിക്കൂറത്തേക്ക് ഡിറ്റൻഷൻ റൂം. പക്ഷെ മേം 3 മണിക്കൂർ. ജോഡി, നീ കാരണം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിനക്കൊന്നും ആലോചിക്കാൻ പാടില്ലേ? ഇവിടേക്ക് മങ്കി എവിടുന്നാ വരുന്നത്? എനിക്ക് തോന്നുന്നത് സർ ആ മങ്കിക്ക് വീണ്ടും ജീവൻ കൊടുത്തു എന്നാണ്. ചേടാ, അതിന് സാരിന്റെ ആവശ്യമൊന്നുമില്ലെന്നേ. അത് രുദ്രയ്ക്കും ചെയ്യാൻ പറ്റും. പക്ഷെ സാർ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു മന്ത്രം പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ. അതൊന്നും ഒരു കുഴപ്പമല്ല. രുദ്ര വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റും. രുദ്ര, നിന്റെ ക്രീച്ചറിന് കുറച്ചു നേരം ലൈഫ് കൊടുത്തു നോക്ക്. വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമുക്കത് ക്ലാസ്സിൽ വെച്ച് ചെയ്യാം. ചേടാ, നിങ്ങളൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നേ? നിങ്ങൾ ആരും തുള്ളിച്ചാടുന്നില്ലല്ലോ. അല്ല സർ, രുദ്ര പറയുന്നത് അങ്ങനെ ഒരു ക്രിയേച്ചറിന് അവന് ലൈഫ് കൊടുക്കാൻ പറ്റുമെന്നാ. ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴൊന്നും അങ്ങനെ ചെയ്യരുത്. ഞാൻ പഠിപ്പിക്കുന്നവരെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. മാജിക് ചിലപ്പോ റോങ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോ ചെല്ല്.
മൈരയ്ക്കും വരുണും എന്തൊരു സാമർത്ഥ്യാണല്ലേ. ഇനി ഞാൻ ആ രുദ്രയെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. എന്തു പറ്റി? ഭയങ്കര ദുഃഖത്തിലാണല്ലോ നീ. ഇല്ല ഇല്ല, ഞങ്ങൾ ഹാപ്പിയാണ്. തെറ്റ് ചെയ്താ പിന്നെ ശിക്ഷ ഉറപ്പായും കിട്ടുമല്ലോ. നിങ്ങള് ഇപ്പൊ എവിടെയാ ഉള്ളത് മിസ് സെക്യൂരിറ്റി? നിങ്ങൾ എവിടെയാ? ഇതെങ്ങനെ സംഭവിച്ചു? ഷെടാ, ഇതെന്താ പുതിയ പ്രശ്നം? മിസ് സെക്യൂരിറ്റി, മമ്മി. മിസ് സെക്യൂരിറ്റിയുടെ MBTV എല്ലാ സ്ഥലത്തുമുണ്ടെന്ന് ഓർക്കണം. MBTV? മാജിക്കൽ ബീസ് ടെലിവിഷൻ, ലൈക്ക് CCTV. ആ ബീഷിപ്പ് ഡ്രോൺ കൊണ്ട് ഈ സ്കൂളിനെ മൊത്തം അവര് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കും അമ്മേ, ഞങ്ങളെ ഈ മുറിയിൽ 3 മണിക്കൂറിട്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ആ രുദ്രയും അവന്റെ കൂട്ടുകാരുമാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങൾ വിഷമിക്കാതെ. രുദ്രയെ ഞാനിന്ന് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവൻ ഒരിക്കലും മറക്കാത്ത പോലെ. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. MBTV 1 to 5, go and check the detention room. മിസ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് പോകണം. എന്റെ ബീക്ക് എന്തു പറ്റി? എനിക്ക് തോന്നുന്നു എന്തോ മാൽ ഫംഗ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. Pukiso, animal libiso. കാണാൻ എന്ത് ഭംഗിയാ. Don't panic. Everything will be under control. Eagle Man, catch these creatures now. ഇത് എന്ത് ക്രീച്ചേഴ്സ് ആണ്? പിടിക്കൂ നിങ്ങളെ, എന്നിട്ട് ജയിലിലിടൂ. ഡിറ്റൻഷൻ, എല്ലാവർക്കും ഡിറ്റൻഷൻ. ഇതെന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ എല്ലാവർക്കും പറ്റിയത്? രുദ്ര, നീ ചലഞ്ച് ചെയ്തു എന്നാണ് ജെനി ജോഡി ഇപ്പോൾ പറയുന്നത്. നീ നിന്റെ ക്രിയേച്ചറിനെ ജീവനോടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നീ ചെയ്തിരിക്കുന്നു. അതുമൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.
മാഡം കാണുമ്പോ അത് കള്ളമാണ്. ഞാൻ അതിന് ജീവനൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ആരാ ചെയ്തത് രുദ്ര? എല്ലാവർക്കും അറിയാലോ നിന്റെ കൈവശം മാജിക്കിന്റെ എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ടെന്ന് അല്ലേ? നീ ഒരു കാര്യം ചാലഞ്ച് ചെയ്താ അത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് എനിക്കും നന്നായിട്ട് അറിയാം. നിങ്ങൾ എന്താ ഈ പറയുന്നേ? രുദ്ര, റൂൾസ് എന്നും റൂൾസ് ആണ്. ആരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ സ്കൂളിൽ മാജിക് ചെയ്യാൻ സാധ്യമല്ല. ആ ക്രീച്ചേഴ്സ് നിന്റേതാണ്. അതിനെ ഡീൽ ചെയ്യേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ മാഡം. ആരും നമ്മളെ ശരിക്കും കുടുക്കിയതാണ്. ആ ക്രീച്ചറിനെ ജീവനോട് കൊണ്ടുവന്നിട്ട് അതിന് കാരണം ഞാനാണെന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുക. ആര് ചെയ്തെന്നോ? ജെനിയും ജോഡിയും തന്നെയാ ചെയ്തിരിക്കുന്നത്. അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല സർ. ഇതുവരെ അതിനുള്ള മന്ത്രം ആരെ പഠിപ്പിച്ചിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അല്ല ഇതെന്താ? ഇതെവിടുന്ന് വന്നു? ഞാനൊന്ന് നോക്കട്ടെ. ഇവൻ ഭയങ്കര ക്യൂട്ടാണല്ലോ. എന്നെയും കൂടി ഒന്ന് കാണിക്കാം. അല്ല ഇതെങ്ങനെ സംഭവിച്ചു? ഇത് വീണ്ടും മൽപ്പ ലാവാണല്ലോ. മര വരൂ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്. Oh no! ഒരു മാജിക്കും ഇവരുടെ മേത്ത് അഫക്റ്റ് ആവുന്നില്ലല്ലോ. രുദ്ര, നീ ഏത് തരം ക്രീച്ചറെ ഉണ്ടാക്കിയിരിക്കുന്നത്? എനിക്കതന്നെ മനസ്സിലാവാത്തത്. തൽക്കാലം ഇവിടെ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാം. നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളൂ. എന്റെ കൈവശം ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ എല്ലാം ഒറ്റയടിക്ക് ഞാൻ തീർക്കും. നിങ്ങൾ രണ്ടുപേരും എന്റെ ലൈബ്രറിയിൽ വന്ന് മീറ്റ് ചെയ്യാം. Zibaiska protection cover creator. ആ ഗ്രീൻ സബ്സ്റ്റൻസ് അത് എന്താണ്? ഇത് നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം.
Bicycle, zip, bicycle. അങ്ങനെ അവസാനം വിഷമിക്കണ്ട മൈര, എനിക്കറിയാം ഈ സീക്രട്ട് വഴി എങ്ങോട്ടാ എത്താ എന്ന്. നമുക്ക് പോകാം. ഞാൻ മജിഷ്യനാണ്, മായാജാലം. എന്നെ കണ്ടു പേടിക്കണം. ഞാനാണ് ഷാക്കാൻ. കുറെ കാലമായി ഞാൻ നിന്റെ കഥ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്റെ ആ സ്വപ്നം ഇന്ന് സഫലമാവുകയാണ്. അവിടെ നിൽക്ക്, അല്ലെങ്കിൽ എന്റെ ക്രീച്ചേഴ്സ്. ഞാൻ എന്ത് പേരാ കൊടുത്തത്? ഫുട്ബോളിയോയോ? നൈസ് നെയിം. എന്റെ ഈ ക്രീച്ചേഴ്സ് നിങ്ങളെ എല്ലാവരെയും സ്റ്റാച്ചു ആക്കി മാറ്റും. നോ, ഇല്ല. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ ലൈബ്രറിയിൽ സ്റ്റാച്ചു ആയതുപോലെ ഒരു നാടകം കളിച്ചതാണ്. എന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ഞാൻ ഗ്രീൻ സ്റ്റാച്ചു ആയി മാറിയതാണ്. ശരിക്കുള്ള കുറ്റവാളിയെ കണ്ടെത്താൻ വേണ്ടി അങ്ങനെ ചെയ്തത്. വാവ്, ഈ പ്രാവശ്യം നിന്റെ അഭിനയൊന്നും നടക്കില്ല. നിന്റെ കഥയും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്റെ ക്രീച്ചേഴ്സ്, രുദ്രയെ അറ്റാക്ക് ചെയ്യേ. അവന്റെ കഥ അവസാനിപ്പിക്കേ. ഈ പ്രാവശ്യം രുദ്ര രക്ഷപ്പെടരുത്. ഞാൻ മജിഷ്യൻ, മായാജാലം. എന്നെ കണ്ടു പേടിക്കണം. എന്റെ പേരാണ് ഷാക്കാൻ. ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. Bicycle Twister Creator! ഇല്ല. രുദ്ര, എന്റെ ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്കേ. ഇത് ജയന്റ് ആയല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും രുദ്ര? ഞാൻ മജിഷ്യനാണ്. ഷാക്കാൻ, നിന്റെ ഈ കളി മതിയാവും. നീ കാരണം ഞങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് തോന്നുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു സ്കൂൾ നിർമ്മിച്ച് തന്നേക്കാം. ജോയിൻ ക്രീച്ചേഴ്സ്, അറ്റാക്ക് രുദ്ര. ജീവനെ കൊണ്ട് അങ്ങനെ ഓടി രുദ്ര, ഓടിക്കോ. И байска, бум, чик, бум. No!
മമ്മി ആ പ്ലാൻ ഫെയിൽ ആയി പോയി. ഈ പ്രാവശ്യം നീ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും. ഞാൻ മജീഷ്യനാണ്, മായാജാലം. എന്റെ പേരാണ് ഷാക്കാൻ. രുദ്ര, നിന്റെ ധീരത കൊണ്ട് ഞങ്ങളെ വീണ്ടും നീ രക്ഷിച്ചിരിക്കുകയാണ്. നിന്നെ തെറ്റിദ്ധരിച്ചതിൽ എന്നോട് ക്ഷമിക്കുക. നിന്നിൽ വളരെ അഭിമാനിക്കുന്നു. താങ്ക് യു മാഡം.